കുറേ നാളായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നൊരു ടോപ്പിക്കാണ്. പറയണം, കുറച്ച് ഡീറ്റെയിൽസ് എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഒന്ന് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് തിരക്കായിരിക്കും, മൊത്തത്തിൽ തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ട്രിപ്പ് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓവറോൾ ബിസി ആയിപ്പോയി, അതാണ് പറ്റിയത്. അപ്പം ഇന്ന് കുറച്ച് സമയം കിട്ടി. ഏബിലൂട്ടൻ കിടന്ന് ഉറങ്ങുവാണ്, മമ്മിയും മാഡംകുട്ടനും നടക്കാൻ പോയേക്കുവാണ്. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അവർ കുറച്ച് നടന്ന് പോരുമായിരിക്കും. എന്നാലും കുറച്ച് സമയം കിട്ടുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം തംബ്നെയിൽ കണ്ട പോലെ ഇത്ര മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് എങ്ങനെ ഒരു ബലൂൺ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ചീപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സാധനം നമുക്ക് തുടങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് എല്ലാ ബിസിനസ്സുകളും എങ്ങനെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന ഇപ്പോൾ ചെയ്യണം എന്ന് പിടിയെന്ന് തോന്നാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഒരു ലാസ്റ്റ് 4 months ആയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഫെബ് തൊട്ടിട്ട് എൻ്റെ ബലൂൺസിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഷോർട്സ് ആയിട്ടാണെങ്കിലും ലോങ് വീഡിയോസ് ആയിട്ടാണെങ്കിലും, ഇനി എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ഉള്ളവർക്കാണെന്നുണ്ട് അറിയാം, സ്റ്റാറ്റസ് ആയിട്ടാണെങ്കിലും ഒരുപാട് പിക്ചേഴ്സും വീഡിയോസും ഷോർട്സും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ വരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ്. അറിയുന്നവർ തന്നെ, അല്ലാതെ കമൻസും ഒന്നുമല്ല വീഡിയോസിൽ. എന്നോട് അറിയുന്നവർ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര എനിക്ക് മന്ത്ലി അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന് എത്ര ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാനതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തേ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. മിക്കവർക്കും ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊന്നും എന്നോട് ചോദിച്ച എല്ലാവരോടും, ചിലവർ വിളിച്ചവരാണ്, വിളിക്കുമ്പോൾ ചോദിക്കുന്നവരാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചവരോടൊക്കെ. എന്നാലും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇൻ കേസ് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരുപാട് അല്ലാത്ത ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനും ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് വീഡിയോസ് കണ്ട് അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. ഒരുപാട് നാളത്തെ വലിയ പ്ലാനുകളോ ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ ഓൾറെഡി പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ചെറിയൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്കൊരു വരുമാനം സൈഡ് എന്നുള്ള രീതിയിൽ, ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 2.5-3 years ആകുന്നു, 3.5 years ആകുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഡത്തിന് 2nd birthday ടൈമിലാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ പെയ്ഡ് ക്ലയൻറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുവരെ ഞാൻ കുറച്ച് 1-2 ജസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം മേടിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 2.5-3 years എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയായി ഇപ്പം ഞാൻ ചെയ്തു തുടങ്ങിയിട്ട്. സോ ഇത്രയും നാൾ ഞാൻ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതിന് തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും നഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. ആൻഡ് കുറച്ച് സമയവും ഒരിത്തിരി അത്യാവശ്യം പേഷ്യൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. ഇതിനെ മുൻപായിട്ട് ഞാൻ ഇതേക്കുറിച്ച് ഒന്നും ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഇതിനു വേണ്ടി വേറൊരു കോഴ്സുകളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെഷ്യലി ഇപ്പോൾ വീട്ടിൽ നമ്മൾ വർക്കിന് പോകുന്നില്ല, വീട്ടിൽ കുട്ടികളുണ്ട്, അങ്ങനെ വർക്കിന് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒച്ചയുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ കളിച്ച് നടക്കുവാണെങ്കിലും ചെയ്യുന്നതിന് നമുക്കൊരു പ്രശ്നമില്ല ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് മെയിൻ ഒരു കാരണം അതായിരുന്നു, കണ്ടിന്യൂ ചെയ്തതിൻ്റെ. നമുക്കിപ്പോൾ വേറൊരു ജോലിയോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഡേ കെയർ നോക്കേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിത് കൂടുതൽ കാര്യം ഇത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ അതിനകത്തേക്ക് കുറച്ചുകൂടിയും ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അതെന്ന് പറയുന്നത് 2023 June 2024 June
ലാസ്റ്റാണ് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2024 മെയ് ടൈമിലാണ് ഏകദേശം ഞാനത് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നിയത്. കാരണം ഞാൻ ലീവ് 1 ഇയർ ഇരിക്കുമ്പോൾ EI ബെനിഫിറ്റ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് കിട്ടുന്നതിൻ്റെ നേരെ പകുതിയോളം വരുമാനത്തിലേക്ക് നമ്മൾ കുറയുവാണ്. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ചിലവുകളും കൂടുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വരുമാനം കുറയുകയും ചെയ്യുമോ, എന്തെങ്കിലും സൈഡ് കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് തോന്നി. സോ ഓൾറെഡി ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്തു, കുറച്ചുകൂടി മാർക്കറ്റ് ചെയ്തു, അതിനകത്തേക്ക് കുറച്ചുകൂടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു ഓവറോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാനിത് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു ഹോബിയിൽ നിന്ന് എങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ക്ലയൻസിലേക്ക് ഞാൻ അപ്രോച്ച് ചെയ്തത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. സോ അതിന് മുന്നേ ഞാൻ പറയുവാണെങ്കിൽ ഇത് ഒരു സീസണൽ ജോബാണ്. എൻ്റെ ഇപ്പോൾ ഒരു 3 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസൊക്കെ കേട്ടിട്ടും എനിക്ക് മനസ്സിലായ കാര്യം ഇത് ഭയങ്കര സീസണലാണ്. നമുക്ക് എല്ലാ ദിവസവും ഓർഡർ കിട്ടും, അല്ലെങ്കിൽ എല്ലാ മന്തും ഇത്ര ഓർഡർ വെച്ച് കിട്ടും എന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യരുത്. എനിക്കൊന്നും ബാക്കി ഏത് ബിസിനസ്സുകളെക്കാളും ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര സീസണലാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് വിൻ്റർ സമ്മറൊക്കെ മാറുന്നത് കൊണ്ട് സമ്മറിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ തിരക്ക് വരുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും തിരക്ക് വരുന്ന കുറച്ച് മാസങ്ങൾ എന്ന് പറയുന്നത് ഫെബ് പകുതി തൊട്ട് ഒരു ഏകദേശം ഓഗസ്റ്റ് വരെയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഓഗസ്റ്റ് മിഡ്, ഇപ്പോൾ ഓഗസ്റ്റ് ഒരു ലാസ്റ്റ് വരെ എനിക്ക് ഒരുമാതിരി കുറച്ച് ബുക്കിങ്സ് ഉണ്ട്. പക്ഷെ അത് വേണ്ടി ഇതുവരെ ഒന്നും വന്നിട്ടില്ല, വരാതിരിക്കാം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തണുപ്പ് കുറച്ച് തുടങ്ങുമ്പോഴേക്കും പരിപാടികൾ കുറവാണ് മൊത്തത്തിൽ. ഈവൻ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ, ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ അല്ല, ഇൻഡോർ തന്നെയാണ് കൂടുതൽ. ഔട്ട്ഡോർ വളരെ കുറവാണ്. പക്ഷെ എന്നാലും സമ്മറിലാണ് കൂടുതലും സെലിബ്രേഷൻ ടൈം എനിക്കൊന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു ഊഹം വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇത് ഭയങ്കര സീസണൽ ജോബാണ്. അപ്പോൾ അതാദ്യം നമ്മൾ മനസ്സിൽ വെക്കണം. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തേ സ്റ്റാർട്ട് ചെയ്തേ എന്നൊക്കെ പറയും. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ ഏബലുണ്ണി എഴുന്നേറ്റു. ഏബലുണ്ണിനെ എഴുന്നേൽപ്പിച്ച് കളിപ്പിക്കാനിരുത്തേക്കുവാണ്. ഏബുലേറ്റ് എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തത് ഞാൻ ഇനി പിടീന്ന് പറഞ്ഞ് അങ്ങോട്ട് തീർക്കാം. എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ബലൂൺ പമ്പായിരുന്നു. ഇലക്ട്രിക് ബലൂൺ പമ്പ്, ഡബിൾ വാൽവിൻ്റെ ആണ്. ഇത് ഒന്നെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്, ഇത് മാനുവലാണ്. ഏബിളിക്കുട്ടിനെ ചെറിയൊരു കിണക്കം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോയിലായിരുന്നു തെറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡബിൾ വാൽവിൻ്റെ ഇലക്ട്രിക് ബലൂൺ പമ്പാണ്. ഇത് നമ്മൾ ആക്ച്വലി പ്ലഗിൽ കുത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ സ്വിച്ച് ഓൺ ആക്കണം എന്നില്ല. നമ്മൾ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് 2 വാൽവും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. പിന്നെ എൻ്റെ ഇത് കൂടാതെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇതിനെ 260 ബലൂൺസ് എന്ന് പറയും. 260 ബലൂൺ എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ലെങ്ത്തുള്ള ലോങ് ബലൂൺസ് എന്നും പറയാറുണ്ട് ഇതിനെ. 260 ബലൂൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ 360 ഉണ്ട്, വേറെ കുറേ ഇതുണ്ട്, അത് തിക്നെസ്സും എല്ലാം നോക്കിയിട്ടാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ മേടിക്കുന്നത് 260 ആണ്. ഈ 2 സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പെയ്ഡ് ക്ലയൻറ്റ് എനിക്ക് കിട്ടിയ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. ബലൂൺ പമ്പ് ഞാൻ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതല്ല. എപ്പോഴും എല്ലാ പരിപാടികൾക്കും ബലൂൺസ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ പരിപാടികൾക്ക് ഞാൻ എന്തെങ്കിലും ബലൂൺസ് വെച്ചിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇതല്ലായിരുന്നു യൂസ് ചെയ്തിട്ടിരുന്നേ. ഇതല്ല പിന്നെ ഞാൻ നൂലാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. നമ്മുടെ ഫിഷ് ലൈൻ എന്ന് പറയും. ഞാനത് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോൻ്റെ സൈഡിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ഫിഷ് ലൈനാണ് യൂസ് ചെയ്തിട്ടിരുന്നത്. പക്ഷെ അത് എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബലൂൺസ് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മാറ്റി പിന്നെ അതിനുശേഷം വേറൊരു ത്രെഡ് യൂസ് ചെയ്തു. അപ്പം നമ്മുടെ പരിപാടികൾക്കൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്
എനിക്ക് ഫസ്റ്റ് പെയ്ഡ് ക്ലയൻറ്റ് കിട്ടിയ സമയത്താണ്. ഇപ്പം ഞാൻ സ്ഥിരത യൂസ് ചെയ്യുന്നത്. നമുക്ക് വളരെ നിസ്സാരം പൈസയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ടെമൂന്ന് മേടിച്ചതാണ്. ടെമൂന്ന് ഇത് 100 എണ്ണത്തിൻ്റെ വരുന്ന ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് $3.5 ഉള്ളൂ. ആ പിന്നെ $3.5 ഉള്ളൂ. ഇത് ഒരു 2 എണ്ണം അല്ലെങ്കിൽ മാക്സിമം 3 എണ്ണമാണ് നമുക്ക് ഒരു 7 ഫീറ്റിന്റെ ബേസ് ഗാർലൻഡ് കെട്ടാൻ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഇത് രണ്ടുമായിരുന്നു എൻ്റെ മെയിൻ ഇൻവെസ്റ്റ്മെന്റ്. ഈ പമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം $18-19, 20-ന് താഴെയായിരുന്നു ഇതിന്റെ പ്രൈസ്. ഇപ്പൊ ഇത് എത്രയാണെന്ന് എനിക്കറിയില്ല. ആമസോണിലൊക്കെ കിട്ടും. ഇത് ടെമൂലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ $20 ഞാൻ ബലൂൺ ബിസിനസ്സിനായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കൂട്ടുവാണെങ്കിൽ ഇതിൻ്റെ $20, ഇതിൻ്റെ ഒരു $3, $3.5 റൗണ്ട് ചെയ്ത് കൂട്ടിയാലും $25 ആണ് ഞാൻ ഇതിന് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ബാക്കി ഇൻവെസ്റ്റ് ചെയ്തത് മൊത്തം എൻ്റെ ടൈമും എൻ്റെ എഫേർട്ടും ആണ്. സോ $25 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ബലൂൺ ബിസിനസ് എന്ന് പറയുന്നത്. ബലൂൺ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ പയ്യെ ഓർഡറുകൾ കുറച്ചൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതായിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന മാനുവൽ പമ്പ്. ഇതിന് ഇതും അതും തമ്മിൽ എന്തുകൊണ്ട് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോങ് ബലൂൺസ് ഇത് ഞാൻ ബലൂൺ സ്റ്റാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് പേൾസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പേൾസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് പമ്പിനകത്ത് അത് ഇൻഫ്ലേറ്റ് ആവില്ല. ഇത് തന്നെ വെച്ചിട്ട് പിന്നെ വേണോ, ഇത് വെച്ചിട്ടേ നമുക്ക് അത് വീർപ്പിക്കാൻ പറ്റുള്ളൂ. ആൻഡ് പിന്നെ നമ്മൾ ഡീറ്റെയിലിങ്ങിന് ആഡ് ചെയ്യുന്ന 5 ഇഞ്ചിൻ്റെ ക്ലസ്റ്ററുകൾ, 5 ഇഞ്ച് ബലൂൺസ് നമുക്ക് ഇലക്ട്രിക് പമ്പിൽ വീർപ്പിക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഇതിനകത്തൊരു 2-3 പമ്പ് കൊടുത്തു കഴിഞ്ഞാൽ 5 ഇഞ്ച് ബലൂൺസ് നമുക്ക് കുറച്ച് വീർപ്പിക്കാനും കെട്ടാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് മാനുവൽ പമ്പ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ റൗണ്ട് ആർച്ച് മേടിച്ചു, ഞാൻ ഗ്ലൂ മേടിച്ചു, അങ്ങനത്തെ ഐറ്റംസ് വയ്ക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിന് വേണ്ടി വരുന്ന ബലൂൺസ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേന്ന്. അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഒരിക്കലും എനിക്ക് ഓർഡർ കിട്ടാതെ ഞാൻ ബലൂൺസ് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് അതിൻ്റെ കളറുകളും അവരുടെ വേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മെറ്റീരിയൽസ് എന്താണെങ്കിലും ഓർഡർ കിട്ടിയതിന് ശേഷം അവർ അഡ്വാൻസ് തന്നതിന് ശേഷം മാത്രമേ ഞാൻ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാറുള്ളൂ. ആ മെറ്റീരിയൽ ചാർജ് എന്ന് പറയുന്നതാണ് ഞാൻ അവരുടെ നിന്ന് അഡ്വാൻസ് ആയിട്ട് മേടിക്കുന്നത്. സോ ഞാൻ മേടിച്ചേക്കുന്ന ഐറ്റംസ് എന്താണോ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ പ്ലസ് $5 ആണ് ഞാൻ അഡ്വാൻസ് സാധാരണ മേടിക്കുന്നത്. അഡ്വാൻസ് തന്നതിന് ശേഷം മാത്രമേ ഞാൻ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുള്ളൂ. സോ ഞാൻ അതിനകത്ത് ഒരിക്കലും ഞാനത് വേറെ അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് മേടിച്ച് വെച്ചിട്ടില്ല. ഈ 2 ഐറ്റംസ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഇതും കൂടി വരുവാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഒരു $4-5 എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മേടിച്ച സമയത്ത്. അപ്പോൾ അത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു ഡെക്കറേഷൻ ചെയ്യാൻ, പിന്നെ കുറച്ച് സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ്, സ്റ്റേ അറ്റ് ഹോം മോംസ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സൈഡ് ബിസിനസ്സാണ്. നമുക്ക് ബാക്കി നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന ടൈം, എഫേർട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി എങ്ങനെയാണ് എല്ലാം നോക്കിയിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 6 മന്ത്സോളം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാവരുടെയും നിന്നും ചാർജ് ചെയ്തിട്ടിരുന്നത്. കാരണം വൺസ് നമ്മൾ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരൊന്ന് അറിയുക, നമ്മളുടെ പേര് വേറൊരാളോട് സജസ്റ്റ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, അതാണ് മെയിൻലി ഞാൻ ഉദ്ദേശിച്ചിരുന്നത് വൺസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ആ ടൈമിൽ ഞാൻ മേടിച്ചിരുന്നത് എത്രയാണോ എൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് അതിനേക്കാളും $10 പ്ലസ് എത്ര മെറ്റീരിയൽ കോസ്റ്റ് വരുന്നോ അതിൻ്റെ $10 കൂട്ടിയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ $30 $35 ഞാൻ മൊത്തം ഐറ്റംസ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് $45 ആയിരിക്കും ഞാൻ മേടിക്കുന്നത്. ഇനി എനിക്ക് ട്രാവൽ ചെയ്ത് പോകേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകേണ്ട ഗ്യാസ് കാശ്, കിലോമീറ്റർ അങ്ങനെ ഞാൻ കണക്കാക്കും. സോ അങ്ങനെയായിരുന്നു മേടിച്ചിട്ടിരുന്നത് വെൻ ഐ സ്റ്റാർട്ടഡ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഞാൻ പെർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓർ എത്ര ടൈം ഞാൻ എടുക്കും അതിൻ്റെ മണിക്കൂറുകൾ വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ എന്തെങ്കിലും തീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വരുന്ന എക്സ്ട്രാ സാധനങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അതിന് എത്ര ടൈം എക്സ്ട്രാ എടുക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യും, കിലോമീറ്റർ എത്രയാണെന്നനുസരിച്ച്. അങ്ങനെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അടുത്ത വീഡിയോ എന്നായിരിക്കും എന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും ഒരിക്കൽ ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതെങ്ങനെയാണ് ഹോബിയിൽ നിന്ന് ഒരു പെയ്ഡ് ബിസിനസ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു സൈഡ് ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ജോലിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പണ്ടത്തെ അത്രയും ടൈം ഇല്ല, എന്നാലും വീക്കെൻഡ്സ് ഞാൻ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ ആണെന്നുണ്ടെങ്കിലും പിക്കപ്പ് ആണെന്നെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയിപ്പോൾ ആർച്ച് ഇൻവെസ്റ്റ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പയ്യെ നമുക്ക് ചെയ്യാം. പക്ഷേ വൺസ് നമ്മളൊന്ന് ഒരു ഇച്ചിരി പ്രാക്ടീസായി അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് ചെയ്ത് തുടങ്ങുന്നവരെ, ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നവരെ നമുക്ക് ആകെ ഈ 2 സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വേറെ ഒന്നും വേണമെന്നില്ല. ബലൂൺസ് നമുക്ക് അവരുടെ നിന്ന് മെറ്റീരിയൽ കോസ്റ്റ് കവർ ചെയ്ത് സാധനം മേടിക്കാവുന്നതാണ്. പിന്നെ അതല്ലാതെ നമുക്ക് ഇത് കൂടുതലും പിക്കപ്സ് ആണ് ചെയ്തിട്ടിരുന്നത് ഞാൻ. അതായത് ഫ്രീ സ്റ്റാൻഡിങ് ഗാർലൻഡ്സിനുള്ള പോലെ ഞാൻ ഗാർലൻഡായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അവരവിടെ ചെന്ന് കൂടുതലും വീടുകൾ ഇൻഡോർ ഇവൻറ്റ്സ് ആയിരുന്നു തുടങ്ങിയ സമയത്ത്. അപ്പോൾ അവർ വീടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേറെ എക്സ്ട്രാ ഒന്നും വേണ്ടി വന്നിരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെലിവറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസൈൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ ഡിസൈൻസ് ട്രൈ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതെ ബൈ കൊടുക്ക്. ബൈ. ഞങ്ങളുടെ ആടൻകുട്ടനും ഇല്ലാട്ടോ. ആടൻകുട്ടനും മമ്മിയും കൂടി നടക്കാൻ പോയേക്കാം, അല്ലെങ്കിൽ ആടൻകുട്ടനും കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആഡമാണ് എന്നെ എടുക്കാൻ സഹായിക്കുന്നതും ചിലപ്പോൾ കെട്ടാനൊക്കെ സഹായിക്കും. ആദ്യമൊക്കെ ചെയ്ത സമയത്ത് ആടൻകുട്ടന് ഒരു ബലൂൺ നമ്മൾ കളിക്കാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതത് തട്ടി ഫുൾ കളിച്ചോളും, എനിക്ക് അവിടെ ഇരുന്ന് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം ആദം എന്നെ പയ്യെ സഹായിച്ചൊക്കെ തുടങ്ങി, എന്നെ ഹെൽപ്പ് ചെയ്യും എല്ലാത്തിനും ചെയ്യാനൊക്കെ. പക്ഷെ ഇവനാണിപ്പോൾ കുട്ടിക്കുറുമ്പൻ. ഇവനാണിപ്പോൾ ചെയ്യണ സമയത്ത് ഒച്ചപ്പാട്. അവന് താഴെ വന്ന് ഇങ്ങനെ മൊത്തം കിടന്ന് കലപ്പില അലമ്പാക്കണം അല്ലേ? മുട്ട് ആ മുട്ടോടുകൂടി ഞങ്ങൾ വീഡിയോ നിർത്തുന്നു. ബൈ.